SKN40 സംസ്ഥാന പര്യടനം ഇന്ന് തിരുവനന്തപുരത്താണ്. ശംഖുമുഖത്ത് നിന്നും മോർണിംഗ് ഷോയോടുകൂടി തിരുവനന്തപുരത്തെ യാത്ര തുടങ്ങും. KSRTC ഓപ്പൺ ഡബിൾ ഡെക്കർ ബസ്സിൽ പ്രമുഖർ 24 ചീഫ് എഡിറ്റർ R ശ്രീകണ്ഠനായർക്കൊപ്പം ചേരും. മോർണിംഗ് ഷോയ്ക്ക് ശേഷം കോവളം വിഴിഞ്ഞം മേഖലകളിൽ യാത്രയെത്തും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവും സന്ദർശിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 2:30 നെയ്യാറ്റിൻകര നിംസിലെത്തുമ്പോൾ പ്രത്യേക ലഹരി വിരുദ്ധ പരിപാടി യാത്രയുടെ ഭാഗമാകും. വൈകിട്ട് കളിയിക്കാവിളയിൽ നടക്കുന്ന നാട്ടുകൂട്ടം പ്രത്യേക പരിപാടിയിൽ കരമന കളിയിക്കാവിള റോഡ് വികസനം അസാധ്യമോ എന്ന വിഷയത്തിൽ ചർച്ചയുണ്ടാകും. രാത്രി 8:30 കാട്ടാക്കടയിൽ നിന്നുള്ള പ്രൈം ടൈം വിത്ത് SKN ഷോയോടുകൂടി യാത്രയുടെ ആദ്യ ദിവസം സമാപിക്കും. അപ്പോ നമുക്ക് ഇതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ. അപ്പോൾ ഏതൊക്കെ മേഖലയിലാണ് ഇന്നത്തെ യാത്ര എത്തുക അത് നമ്മൾ നേരത്തെ എല്ലാ ദിവസവും അറിയിക്കുകയും ചെയ്യും. ഈ പറയുന്ന 14 ജില്ലകളിൽ നമ്മുടെ യാത്ര വരുമ്പോൾ എന്താണ് പരിപാടി, എവിടെയാണ് ഉണ്ടാവുക, എവിടേക്ക് യാത്ര എത്തുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഒരുക്കങ്ങൾ എന്താണ്, ക്രമീകരണങ്ങൾ എന്താണെന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാം. സുജിത് സുരേന്ദ്രൻ അവിടെ തയ്യാറായി നിൽക്കുന്നു തിരുവനന്തപുരത്ത്. സുജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ SKN40 യാത്രയുടെ തുടക്കം ഇന്ന് തലസ്ഥാന നഗരിയിലാണ്. അപ്പോൾ ഏതൊക്കെ മേഖലകളാണ് ഇന്ന് കവർ ചെയ്യുന്നുള്ള കാര്യം നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കഴിഞ്ഞു. അത് എങ്ങനെയാണ് ഡബിൾ ഡെക്കർ ബസ്സിലൊക്കെ കയറിയിട്ടാണ് പോകുന്നതെന്നൊക്കെ കേൾക്കുന്നു. അപ്പോൾ അത് എവിടെ നിന്ന് തുടങ്ങി എങ്ങോട്ട് പോവും, അതിൽ ആരൊക്കെയാണ് ഗസ്റ്റുകളായി എത്തുക, അതിലൊക്കെ അറിയാനൊരു ആകാംക്ഷയുണ്ട്. സുജിത്ത്. പ്രജിൻ സ്മിത, വെരി ഗുഡ് മോർണിംഗ്. നമ്മുടെ SKNന്റെ ലഹരി വിരുദ്ധ ജനകീയ യാത്ര അക്ഷരാർത്ഥത്തിൽ തലസ്ഥാന നഗരി ഏറ്റെടുത്തു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഇന്നലെ ടാഗോർ തിയേറ്ററിൽ നമ്മൾ കണ്ട ആ വലിയ ജനാവലി. സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നുള്ള നിരവധി ആളുകൾ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി. പല നാടുകളിൽ നിന്നെത്തിയ അമ്മമാർ അതിൻ്റെ ഭാഗമായി. ഒപ്പം തന്നെ നമ്മുടെ വിവിധ മേഖലകളിലുള്ള യുവാക്കളുടെ പ്രാധാന്യം അതിനെ വലിയ സമ്പുഷ്ടമാക്കി. ഇന്ന് വീണ്ടും യാത്ര ആരംഭിക്കുമ്പോൾ ഇന്ന് രാവിലെ മുതൽ പര്യടനം ആരംഭിക്കും. രാവിലെ പ്രജിൻ പറഞ്ഞതുപോലെ തന്നെ മോർണിംഗ് ഷോയോടുകൂടിയാകും യാത്ര ആരംഭിക്കുക. KSRTC ഓപ്പൺ ഡബിൾ ഡെക്കർ ബസ്സിലാണ് SKN ഇന്ന് യാത്ര ചെയ്യുന്നത്. ഇന്ന് പ്രധാനമായും ഇന്ന് തീരദേശ മേഖലയിലാകും യാത്ര ഈ പര്യടനം നടത്തുക. ഇന്നത്തെ ജനകീയ യാത്ര പര്യടനം നടത്തുക. രാവിലെ ഈ പ്രജിൻ ചോദിച്ചതുപോലെ ഈ ഡബിൾ ഡെക്കർ ബസ്സിലേക്ക് രാവിലെ പ്രമുഖരായ നിരവധി ആളുകൾ, മന്ത്രിമാർ, അതുപോലെ തന്നെ MLA മാർ, മറ്റ് സാംസ്കാരിക മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർ, പ്രമുഖരായ IAS ഓഫീസർമാർ ഉൾപ്പെടെയുള്ള ആളുകളാകും ഇന്ന് ഈ യാത്രയിൽ ഡബിൾ ഡെക്കർ ബസ്സിൽ SKNനോടൊപ്പം ചേരുക. അവരൊക്കെ തന്നെ ഇത്തരം ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഏതൊക്കെ രീതിയിൽ അവർക്ക് സംഭാവന ചെയ്യാൻ കഴിയും, ഏതൊക്കെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാൻ കഴിയും, ഇതൊക്കെ തന്നെ അവരുടെയൊക്കെ ആശയങ്ങളും മറ്റും ഈ SKNുമായി പങ്കുവയ്ക്കും. അതിനുശേഷം ഇന്ന് വിഴിഞ്ഞം അതുപോലെ തന്നെ കോവളം മേഖലകളിലേക്കാകും ആദ്യം യാത്ര എത്തുന്നത്. അതിനുശേഷമായിരിക്കും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സന്ദർശിക്കുക. തിരുവനന്തപുരവും പിന്നിട്ട് ഉച്ചയ്ക്ക് 2:30 ഉച്ചയ്ക്ക് ശേഷമാകും നെയ്യാറ്റിൻകരയിലേക്ക് എത്തുക. നെയ്യാറ്റിൻകര നിംസിലേക്ക് എത്തുമ്പോഴാകും അവിടെ ഒരു പ്രത്യേക ലഹരി വിരുദ്ധ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ SKN സംസാരിക്കും. അതിൽ വിവിധങ്ങളായ അവിടെയുള്ളവരുടെയൊക്കെ ആശയങ്ങളൊക്കെ തന്നെ സമ്പാദിക്കും. അത് കഴിഞ്ഞ് വൈകിട്ട് കളിയിക്കവിളയിൽ ഒരു പ്രത്യേക നാട്ടുകൂട്ടം, നമുക്കറിയാം നാട്ടുകൂട്ടം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവിടെ ആളുകളുമായി, നാട്ടുകാരുമായി, അവിടുത്തെ ഗ്രാമീണരുമായും അവിടുത്തെ നാനാ മേഖലകളിലുള്ള ആളുകളുമായി അവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ SKNനോട് പങ്കുവയ്ക്കാനുണ്ട്. യൂട്യൂബിൽ നമുക്കറിയാം ഈ നമ്മുടെ വാർത്തയിൽ മോർണിംഗ് ഷോയിൽ അവരൊക്കെ തന്നെ പല ആളുകളും അവരുടെ കമൻസുകളിലൂടെ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കും. ഇത്തരം ആളുകളെയൊക്കെ തന്നെ നേരിൽ കണ്ട് അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ, ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യം അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ ശേഖരിക്കും. അത് കഴിഞ്ഞാകും അവിടെ ഈ കളിയിക്കവിള കരമന റോഡിൻ്റെ വികസനം അസാധ്യമോ എന്ന വിഷയത്തിലൊരു ചർച്ചയും സംഘടിപ്പിക്കുന്നുണ്ട്. അതായത് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ ഈ നാട്ടിലെ ജനകീയ പ്രശ്നങ്ങൾ കൂടി ഈ SKNന്റെ ജനകീയ യാത്ര ഏറ്റെടുക്കുകയാണ്. രാത്രി 8:30 കാട്ടാക്കടയിൽ നിന്നുള്ള പ്രൈം ടൈം വിത്ത് SKNനോട് കൂടിയാകും ഇന്നത്തെ ആദ്യ ദിവസത്തെ ഈ പര്യടനം അവസാനിക്കുക. അതിനുശേഷം നാളെയും തിരുവനന്തപുരത്തെ പര്യടനം ഉണ്ടാകും. എന്തായാലും SKNന്റെ ഈ യാത്ര ജനങ്ങൾ ഏറ്റെടുത്തു. ജനകീയ യാത്രയായി തന്നെ അക്ഷരാർത്ഥത്തിൽ ഇത് മാറിയിരിക്കുന്നു. ലഹരിക്കെതിരെയുള്ള സമൂഹത്തിൻ്റെ ഒരു അഭിപ്രായ പ്രകടനം തന്നെയാകും ഈ SKNന്റെ യാത്ര എന്നതിൽ ഒരു സംശയവുമില്ല. പ്രജിൻ സ്മിത. അതെ,
നമ്മുടെ ഈ കോസിനോടൊപ്പം തന്നെയാണ് എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നത് എന്നുള്ളത് നമുക്കും വലിയ സന്തോഷവും പ്രതീക്ഷയും നൽകുന്നുണ്ട്. കാരണം ലഹരി വേണ്ട, അത് വല്ലാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ കേരള സമൂഹം. അതുകൊണ്ട് തന്നെ ഒറ്റക്കെട്ടായി നിന്ന് അതിനെ എതിർക്കുക, ചെറുക്കുക, ഇല്ലാതാക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഒരുമിച്ച് നിൽക്കുകയാണ്. അപ്പൊ എന്തായാലും ഇന്ന് എന്തെല്ലാമാണ് പരിപാടികൾ എന്നുള്ള കാര്യത്തിൽ പ്രേക്ഷകർക്ക് ഒരുപാട് പേര് കമന്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട്. ഇന്ന് എങ്ങനെയാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ റിപ്പോർട്ടിൽ സുജിത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ന് എങ്ങനെയാണ് ഏതാണ്ട് ഇതുപോലെ തന്നെ ആയിരിക്കും വരും ദിവസങ്ങളിലൊക്കെ യാത്രയുടെ ഒരു രീതി ഉണ്ടാവുക. അതിൽ എടുത്തു പറയാനുള്ള ഒരു കാര്യം, നമ്മളൊരു മാതൃക മുന്നോട്ട് വെക്കുകയാണ്. കാരണം അധികാരികൾ മാത്രമല്ല, ഈ സർക്കാരിനും പോലീസിനും എക്സൈസിനും മാത്രമല്ല ഇതിൽ ഇടപെടാൻ കഴിയുക. നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വം ഉണ്ടെന്നതാണ്. അപ്പൊ നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയണം. അത് നമുക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം, ഇന്നലെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഏറ്റവും അവസാനം ആശംസകൾ നേരുമ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് പറയുകയായിരുന്നു, നിങ്ങൾ ഇവിടെ ഇങ്ങനെ നടന്നു കഴിയുമ്പോൾ ആ റിപ്പോർട്ട് എനിക്കും തരണം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ വലിയ സന്തോഷമാണ്. കണ്ടെത്തുന്ന കാര്യങ്ങളെല്ലാം അതെന്താ അറിയോ, പ്രജിൻ കമന്റ് ബോക്സിൽ ചിലർ പറയുന്നു, നിങ്ങൾ ഇങ്ങനെ ഇത് എടുത്തിട്ട് എന്താ കാര്യം, ഗവൺമെന്റിന്റെ ഇടപെടലില്ലാതെ ഒന്നും നടക്കില്ലല്ലോ. ഇടപെടലുണ്ടാകും, ഉറപ്പല്ലേ. നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ ഗവൺമെന്റും തീർച്ചയായിട്ടും, കാരണം സർക്കാരിന്റെ ഒരു ഏറ്റവും പ്രാഥമിക പരമപ്രധാനമായ ലക്ഷ്യമാണ് ഇപ്പോൾ. അതെ, കൂടുതൽ വിഷയങ്ങൾ, ഇത്തരം വിഷയങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യും, ആ വിഷയങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യും. അത് ഇന്നലെ മുഖ്യമന്ത്രിയും ആവശ്യപ്പെടുകയും ചെയ്തു. നിങ്ങൾ അങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾ കണ്ടെത്തുന്ന കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ, എന്നെ അറിയിക്കൂ എന്നാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത്.